കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നടൻ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. തൊട്ടു പിന്നാലെ ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടിയത് നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തന്നെയായിരുന്നു. അതിനൊരു കാരണമുണ്ട് എന്നും കൂടി പറയാം. അദ്ദേഹത്തിന്റെ ആരോഗ്യം അത്രമേൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതും ചിന്തിക്കുന്നതുമാണ്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരണം എന്ന് തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു പ്രധാന ആഗ്രഹം. അതിലേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭക്ഷണ രീതിയും വ്യായാമവും. ഇതിനെക്കുറിച്ച് പോലും ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ആരാധകർ. ആരോഗ്യത്തെക്കുറിച്ചും ഭക്ഷണ രീതിയെക്കുറിച്ചും ഒക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡയറ്റീഷ്യന്റെ അടുത്തേക്കാണ് ആരാധകർ എത്തുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ. 24 മണിക്കൂറും അദ്ദേഹത്തിന് വെള്ളം കുടിക്കണം, പഞ്ചസാരയും ജങ്ക് ഫുഡും ഒഴിവാക്കണം എന്നാണ് പ്രത്യേകമായി അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തിയാണ് മലയാളത്തിലെ സ്വന്തം മമ്മൂട്ടി എന്ന നടൻ. ക്യാൻസർ വന്നപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസറൊക്കെ വരുമോ എന്നായിരുന്നു ആരാധകർ ചോദിച്ചത്. ആരോഗ്യകാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ഇന്ന് നടന് ക്യാൻസർ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. എങ്കിലും നിരവധി വാർത്തകളാണ് അതേ ചൊല്ലി സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന് എന്തോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. എന്നാൽ അതെന്താണ് എന്നുള്ളത് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണ രീതി കൊണ്ടുണ്ടായ ആരോഗ്യ പ്രശ്നമാണോ എന്നായിരുന്നു ആരാധകർ ആദ്യം ചോദിച്ചത്. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല. ആരോഗ്യകാര്യങ്ങളും ഭക്ഷണ രീതികളും വ്യായാമങ്ങളൊക്കെ തന്നെയും വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. ഇപ്പോൾ ഇതാ മമ്മൂട്ടിയുടെ ജീവിതശൈലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഡയറ്റ് പ്ലാൻ ടിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നതാഷ മോഹൻ ഭക്ഷണ രീതി പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ്. കൃത്യമായ നേരങ്ങളിൽ ഭക്ഷണം കഴിക്കണം, അതാണ് ഏറ്റവും പ്രധാനം എന്നാണ് പറയുന്നത്. സമയം തെറ്റിയുള്ള ഭക്ഷണം കഴിപ്പ് അത് ആർക്കും ശരിയല്ല, എല്ലാവരും അങ്ങനെ കഴിക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു എന്ന കാര്യം. എന്നാൽ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. നല്ല ആഹാരങ്ങൾ മാത്രം ലഭിച്ചാൽ പോരാ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു എന്നും കൂടെ നോക്കണം. രാത്രി കിടക്കുന്നതിന് മുൻപ് 8 മണിക്ക് മുൻപായെങ്കിലും നിങ്ങൾ രാത്രിത്തേക്കുള്ള അത്താഴം കഴിച്ചിരിക്കണം. അതല്ല അത് വൈകിയാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ കഴിച്ചതിന്റെ ഫലം വരെ പോയേക്കാം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആരോഗ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചേക്കണം. പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. എന്നാൽ ഇഷ്ടമുള്ള അത്രയും കഴിക്കരുത്, അതും ശരീരത്തെ ദോഷമായി ബാധിച്ചേക്കാം. ജലാംശം കൂടിയതും പഴങ്ങളും പച്ചക്കറികളും ഉൾക്കൊണ്ട് വേണം ഭക്ഷണങ്ങൾ കഴിക്കാൻ. ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് മാറ്റി ജലാംശം കൂടിയതും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി അടങ്ങിയതുമായ ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്തുക. അത് ആരോഗ്യത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ ബാധിക്കും. അത് നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യം തന്നെ നൽകിയിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ മമ്മൂട്ടിയും ചെയ്തിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. നല്ല ഭക്ഷണ ക്രമീകരണം മാത്രം, മികച്ച വ്യായാമം കൂടെ വേണം. മികച്ച വ്യായാമം കൂടെ ആയാൽ മാത്രമേ നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ എന്നും അങ്ങനെയായിരുന്നു മമ്മൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നുമാണ് ഇപ്പോൾ പറയുന്നത്.